ഇതിപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത് കുറേ ആയി ഇങ്ങനെ വരുന്നത്. ഒരു തിരക്കുള്ള ബസ്സാണ്. ഞാൻ ആ പെണ്ണിനെ മോശമായിട്ടോ അല്ലെങ്കിൽ ആ ചെങ്ങായിനെ മോശമായിട്ടോ ഒന്നും പറയാനൊന്നുമല്ല ഞാൻ വരുന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. കാരണം ഒരു തിരക്കുള്ള ബസ്സാണ്. സ്വാഭാവികമായിട്ട് ആ മനുഷ്യൻ ഇറങ്ങുമ്പോൾ ടച്ച് ചെയ്യും. അപ്പോൾ അവൾ ആ വീഡിയോ എടുക്കുന്നതിൽ ആ ബാക്കത്തെ പെൺകുട്ടിക്ക് വരെ മനസ്സിലായിട്ടില്ല അവൾ വീഡിയോ എടുക്കണമെന്നുള്ളത്. നിങ്ങൾ ആ ശരിക്കും വീഡിയോ ഒന്ന് കണ്ടോ? അവനോട് അടുത്ത് നിൽക്കുമ്പോൾ കയ്യോ അല്ലെങ്കിൽ ഫോണോ അല്ലെങ്കിൽ ബെൽറ്റോ ഷർട്ട് എന്തെങ്കിലും ശരിയാക്കാനൊക്കെ ആക്കുമ്പോൾ നമ്മൾ കൈ ബാക്കിലേക്ക് പോകുമ്പോൾ എന്തായാലും ഒന്ന് ടച്ച് ചെയ്യും. അതിനായിട്ട് അവൾ അവിടെ കൃത്യമായിട്ട് നിന്ന് കൊടുക്കുകയാണ്. അവൾക്ക് അവിടെ ഒന്നിട്ട് മാറി നിൽക്കാനുള്ള സ്ഥലം അവൾക്ക് അവിടെ ഉണ്ട്. എന്നിട്ട് അവളത് ചെയ്തില്ല. അങ്ങനെ ഒരു വീഡിയോ അവളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അവളത് പബ്ലിക്കിൽ പോസ്റ്റ് അല്ല വേണ്ടത്. ആ വീഡിയോ അവളെ കയ്യിൽ തെളിവായി വെച്ചതിന് ശേഷം നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി സാറേ ഞാൻ ഇന്നിനി ബസ്സിൽ വരുമ്പോൾ എനിക്ക് ഇന്നിനൊരു അനുഭവം ഉണ്ടായി. കാരണം ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ കേരളത്തിലുള്ള പെൺകുട്ടികൾക്ക് ഒരുപാട് ഇങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ അവർ പേരോ കാര്യങ്ങളോ പുറത്ത് പറയാതെ അവർ അതിൻ്റെതായിട്ടുള്ള നടപടി എടുക്കും. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ സമൂഹത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് നാട്ടുകാരെ മൊത്തത്തിൽ ഊപിച്ചല്ല. ബസ്സിൽ നിങ്ങൾ നോക്കി ആ ലാസ്റ്റ് ഭാഗം വരെ അയാൾ ടച്ച് ചെയ്യണില്ല അവളെ. അവസാനം അയാൾ ഇറങ്ങാൻ നേരത്താണ് അയാൾ അവളെ ടച്ച് ചെയ്യുന്നുള്ളൂ. കാരണം ആ ഡോറിൻ്റെ അടുത്താണ് ആ നിൽക്കുന്നത്. ആ കള്ളി ഷർട്ട് ഇട്ട ആളെ ബാക്കിലാണ്. അപ്പോൾ അയാൾ എന്തോന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് കൈ ഫ്രണ്ടിലേക്ക് ആക്കിയപ്പോൾ അവളെ മേത്ത് ടച്ച് ചെയ്ത് അതിനായിട്ട് അവൾ ഇങ്ങനെ നിന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അവൾക്ക് അവൻ്റെ ബാക്കിലേക്കോ സൈഡിലേക്കോ അല്ലെങ്കിൽ എവിടേക്കെങ്കിലും മാറി നിന്നൂടെ? അങ്ങനെ നിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പ്രതികരിക്കുക. ഇതൊക്കെ റീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടുന്നത്. അവന് അവൻ്റെ സുഖത്തിന് വേണ്ടിയും ലെവൽ അവൾക്കൊരു വീഡിയോ എടുക്കാനും വേണ്ടി നിന്നതാണ്. എല്ലാ ബന്ധം ഞാൻ പറയാം.